ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് HSM മാത്തമാറ്റിക്സിൽ മൊഡ്യൂൾ 6 സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്നൊരു ഭാഗമാണ് കേട്ടോ. നമ്മളുടെ HSA സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 22nd പാർട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള എല്ലാ വീഡിയോസും HSM മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റാക്കി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് പ്രോബബിലിറ്റി അഥവാ സംഭവ്യത സംഭാവ്യത, അതാണ് നമ്മളുടെ പ്രോബബിലിറ്റിക്ക് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ ഇംഗ്ലീഷിലാണ് ഞാൻ കൊടുത്തിട്ടുള്ള, മലയാളം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ഇംഗ്ലീഷ് ആയിരിക്കും എന്താ പറയുക മനസ്സിലാക്കാനൊക്കെ സുഖം കേട്ടോ. അപ്പോൾ മലയാളം നമുക്ക് അതിൻ്റെ കൂട്ടത്തിലൊന്ന് നോക്കാം. ഓരോന്നിൻ്റെയും വേർഡുകൾ ഞാൻ അതിൻ്റെ കൂടെ എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംഭാവ്യത, അതാണ് പ്രോബബിലിറ്റി, മറക്കണ്ട. ദ പ്രോബബിലിറ്റി ഈസ് ഓൾവേസ് ബിറ്റ്വീൻ 0 and 1. പ്രോബബിലിറ്റി അഥവാ സംഭവ്യത എന്ന് പറയുന്നത് എപ്പോഴും 0യുടെയും 1ൻ്റെയും ഇടയിലായിരിക്കും. ഓക്കെ, ഒരു സംഭവം നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, സംഭാവ്യത എന്ന് പറയുന്നത് 0യുടെയും 1ൻ്റെയും ഇടയിലായിരിക്കും. അതാണ് നമ്മളുടെ ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, ഇനി ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ആൻ ഇമ്പോസിബിൾ ഇവന്റ് ഈസ് 0. സാധ്യമല്ലാത്തൊരു ഇവന്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ സംഭവ്യത എന്ന് പറയുന്നത് 0 ആണ്. സാധ്യമല്ലാത്തൊരു ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ 7 കിട്ടണം. അത് സാധിക്കുമോ? ഇല്ലല്ലോ. ഒരു ഡൈയിൽ 1 മുതൽ 6 വരെയുള്ള നമ്പറുകളാണ്. ഡൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ലുഡോ കളിക്കുന്ന സാധനം ഉണ്ടല്ലോ. ഇപ്പം ലുഡോ എന്ന് പറഞ്ഞാലാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക. പാമ്പും കോണിയും കളിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ലുഡോ കളിക്കുന്ന അതിൽ 1 മുതൽ 6 വരെയുള്ള നമ്പറാണുള്ളത്. അപ്പം ഇങ്ങനെ ഒരാൾ പറഞ്ഞു, ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ ഔട്ട്കം 7 കിട്ടണം. അങ്ങനെ ഒരു ഇവന്റ് നമുക്ക് അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് നമുക്ക് അവിടെ ഉണ്ടോ? ഇല്ല. അതിനെയാണ് നമ്മൾ ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോസിബിൾ ഇവന്റ് നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 0 ആണ്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ദ പ്രോബബിലിറ്റി ഓഫ് സംതിങ് സർട്ടൺ ടു ഒക്കർ ഈസ് 1. ഒരു സംതിങ് ടു ഒക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പിൾ സ്പേസ് ഒക്കെ എന്താണെന്നൊക്കെ പറഞ്ഞുതരട്ടോ. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ. നമ്മൾക്ക് എന്തൊക്കെ ഔട്ട്കംസ് ആണ് കിട്ടുന്നത്, ആ എല്ലാ ഔട്ട്കംസുകളും അതിൽ വരണം. അങ്ങനത്തെ വരുന്ന അല്ലെങ്കിൽ അത് കിട്ടുന്നതിനുള്ള സാധ്യത എന്ന് പറയുന്നത് 1 ആണ്, അഥവാ ടോട്ടൽ പ്രോബബിലിറ്റി എന്നൊക്കെ പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൈ നമ്മൾ ത്രോ ചെയ്യും, ഡൈനെ തന്നെ നമുക്ക് പിടിക്കാം. ഒരു ഡൈ നമ്മൾ ത്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 7നേക്കാൾ കുറവായിട്ടുള്ള സംഖ്യ, 7 ഈക്വൽ അല്ല കേട്ടോ, 7നേക്കാൾ കുറവായിട്ടുള്ള സംഖ്യ കിട്ടാനുള്ള സാധ്യത എത്രയെന്നാണ്? അത് 1 ആണ്. ഡൈയിൽ ടോട്ടൽ 6 പ്രോബബിലിറ്റിയാണ്, 6 ചാൻസ് ആണുള്ളത്. 1, 2, 3, 4, 5, 6. ഈ 6 നമ്പറുകളും 7ൽ കുറവാണ്. അപ്പോൾ അവിടെ കംപ്ലീറ്റ് പെട്ടു. ഓക്കെ, അതാണ് സർട്ടേൺ ടു ഒക്കർ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ഉണ്ടാവും കേട്ടോ. ഇനി പ്രോബബിലിറ്റി കനോട്ട് ബി നെഗറ്റീവ്, ഇതും ഓർത്തോളുക. പ്രോബബിലിറ്റി കനോട്ട് ബി നെഗറ്റീവ്. പ്രോബബിലിറ്റി അഥവാ സംഭാവ്യത എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് ആകില്ല. ഓക്കെ, പ്രോബബിലിറ്റി എന്താവില്ല? നെഗറ്റീവ് ആകില്ല. ഓക്കെ ഓക്കെ ഇനി ഓക്കെ, റാൻഡം എക്സ്പെരിമെന്റ്, അനിയത ഫല പരീക്ഷണം. എന്താണ് ഈ റാൻഡം എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ അനിയത ഫലപരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ എക്സ്പെരിമെന്റ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ട്രെയിൽ എന്ന് പറഞ്ഞാൽ ശ്രമം അല്ലേ, നമ്മളിങ്ങനെ ട്രെയിൽ ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ ഒരുപാട് ട്രെയിൽ എന്താണെന്നൊക്കെ താഴെ പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് ട്രെയിൽ അഥവാ ഒരുപാട് വട്ടം നമ്മൾ പരിശ്രമിക്കുന്ന പരിശ്രമത്തിനെയാണ് നമ്മൾ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മളെ തോമസ് ആൽവ എഡിസൺ 100 വട്ടം 99 വട്ടം പരീക്ഷണം നടത്തിയിട്ടും തോറ്റിട്ട് 100ാമത്തെ വട്ടമാണ് ബൾബ് കണ്ടുപിടിച്ചു എന്നൊക്കെ പറയണില്ലേ. അതാണ് ഈ ട്രെയിൽ എന്ന് പറയുന്നത്. ഓരോ ട്രെയിൽ ഇങ്ങനെ നടത്തും, അത് ചിലപ്പോൾ ഫെയിലാവും, വീണ്ടും ചെയ്യും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എക്സ്പെരിമെന്റ്, റാൻഡം എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പെരിമെന്റ്. ഇനി drawing 10 cards from a pack of card, flipping a coin 2 times etc. are example of random experiment. ഇവിടെ വേറെ 2 എക്സാമ്പിൾസ് പറയുന്നത് നോക്കിയാൽ, drawing 10 cards from a pack of card, അതായത് ഒരു പാക്ക് കാർഡിൽ നിന്നും 10 കാർഡ് എടുക്കുക. ഇനി ഫ്ലിപ്പിംഗ് എ കോയിൻ, ഒരു കോയിൻ ടോസ് ചെയ്യുക. ഓക്കെ, അങ്ങനത്തതൊക്കെ എന്താണ്? എക്സ്പെരിമെന്റുകളാണ്. 2 times, 2 വട്ടം, ഒരു വട്ടമല്ല 2 വട്ടം ടോസ് ചെയ്ത്. സോ ആൻ എക്സ്പെരിമെന്റ്.
ഇനി ആൻ എക്സ്പെരിമെന്റ് ഈസ് കോൾഡ് റാൻഡം എക്സ്പെരിമെന്റ്. ഒരു എക്സ്പെരിമെന്റ് എപ്പോഴാണ് റാൻഡം എക്സ്പെരിമെന്റ് ആണ്? ഇഫ് ഇറ്റ് ഇസ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് കണ്ടീഷൻ. ഒരു എക്സ്പെരിമെന്റ് റാൻഡം എക്സ്പെരിമെന്റ് ആവുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ താഴെ പറയുന്ന കണ്ടീഷൻസ് ഫോളോ ചെയ്യുമ്പോഴാണ്. മോർ ദാൻ വൺ ഔട്ട്കംസ്, ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് ഉണ്ടാവണം. ഇറ്റ് ഹാസ് നോട്ട് പോസിബിൾ ടു പ്രെഡിക്ട് ദ ഔട്ട്കം ഇൻ അഡ്വാൻസ്. നമുക്ക് ഔട്ട്കം അഡ്വാൻസ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഒരു ഡൈ ത്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഡൈ ത്രോ ചെയ്താൽ 5 വീഴുള്ളൂ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലല്ലോ, കറക്റ്റായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. 5 വീഴാൻ സാധ്യത ഉണ്ട് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഔട്ട്കം കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നോട്ട് പോസിബിൾ ടു പ്രെഡിക്ട് ദ ഔട്ട്കം ഇൻ അഡ്വാൻസ്. ഇറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ് എനി നമ്പർ ഓഫ് ടൈംസ് അണ്ടർ ഐഡന്റിക്കൽ കണ്ടീഷൻ. വീണ്ടും ആവർത്തിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, റിപ്പീറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിനെയാണ് നമ്മൾ എക്സ്പെരിമെന്റ്, റാൻഡം എക്സ്പെരിമെന്റ് എന്നാണ്. എക്സ്പെരിമെന്റ് റാൻഡം എക്സ്പെരിമെന്റ് ആവുന്ന കണ്ടീഷൻസ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത് ട്രയൽ, ഉദ്യമം. എ ട്രയൽ ഈസ് ആൻ ആക്ഷൻ വിച്ച് റിസൾട്ട് ഇൻ വൺ എ സെവറൽ പോസിബിൾ ഔട്ട്കംസ്. നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, ഒരാക്ഷനാണ്, ഒരു പ്രവൃത്തിയാണ്. നമ്മളിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് നമുക്ക് സെവറൽ പോസിബിൾ, വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് എന്ത് കിട്ടും, ഔട്ട്കംസ് കിട്ടും. അതിനെയാണ് നമ്മൾ ട്രയൽ എന്ന് പറയുന്നത്, അഥവാ ഉദ്യമം എന്ന് പറയുന്നത്. കേട്ടോ, ഫ്ലിപ്പിംഗ് എ കോയിൻ, റോളിംഗ് എ ഡൈ, ഡ്രോയിങ് എ കാർഡ് ഫ്രം പാക്ക് ഓഫ് കാർഡ് എക്സെട്ര ആർ ട്രയൽസ്. ഇനി ഔട്ട്കം, ഫലം. എ പോസിബിൾ റിസൾട്ട് ഓഫ് ദ സിംഗിൾ ട്രയൽ ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ് ഈസ് കോൾഡ് ഇറ്റ്സ് ഔട്ട്കം. ഓക്കെ, അതായത് ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ സിംഗിൾ ട്രയലിനെയാണ് നമ്മൾ അതിന്റെ പോസിബിൾ റിസൾട്ടിനെ, നമുക്ക് അവിടെ കിട്ടുന്ന പോസിബിൾ റിസൾട്ടിനെ നമ്മൾ അവിടെ ഔട്ട്കം. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഹെഡ്, ടെയിൽ, അതാണ് അതിന്റെ ഔട്ട്കം അല്ലെങ്കിൽ അതിന്റെ ഫലം എന്ന് പറയുന്നത്. ഇനി സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാമ്പിൾ സ്പേസ് അഥവാ സാമ്പിൾ മേഖല എന്ന് പറയും. ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ്. നമുക്ക് അവിടെ കിട്ടാൻ ചാൻസ് ഉള്ള എല്ലാ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കത്തിൻ്റെയും സെറ്റിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ആൻഡ് ദ സാമ്പിൾ സ്പേസ് ഈസ് യൂഷ്വലി ലിസ്റ്റഡ് ഇൻ എ കേർലി ബ്രാക്കറ്റ്. അത് യൂഷ്വലി ഒരു കേർലി ബ്രാക്കറ്റിലാണ് എന്ത് ചെയ്യാറ്, റെപ്രസെന്റ് ചെയ്യാറ്. അപ്പോൾ എന്താണ് സാമ്പിൾ സ്പേസ്? സാമ്പിൾ മേഖല, സാമ്പിൾ സ്പേസ്, നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള എല്ലാ ഔട്ട്കംസിനെയും നമ്മളൊരു സെറ്റിനുള്ളിൽ വെക്കുക. ഇപ്പോൾ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ അവിടെ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ഏതൊക്കെയാണ്? 1 2 3 4 5 6 6 ഔട്ട്കംസ് ഉണ്ട്. ഈ 6 ഔട്ട്കംസിനെയും നമ്മളൊരു സെറ്റിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സാമ്പിൾ സ്പേസ്, സാമ്പിൾ മേഖല. ഇനി സാമ്പിൾ പോയിന്റ് അല്ലെങ്കിൽ സാമ്പിൾ ബിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് എലമെന്റ് ഇൻ ദ സാമ്പിൾ സ്പേസ് ഈസ് കോൾഡ് സാമ്പിൾ പോയിന്റ്. ഈ സാമ്പിൾ സ്പേസിലുള്ള അല്ലെങ്കിൽ സാമ്പിൾ മേഖലയിലുള്ള ഓരോ നമ്പറിനെയും ഓരോ എലമെന്റിനെയും നമ്മൾ പറയും എന്താ, സാമ്പിൾ പോയിന്റ് അഥവാ സാമ്പിൾ ബിന്ദു എന്ന് പറയും. ഓക്കെ, ദെൻ ഇവന്റ്, സംഭവങ്ങൾ എന്ന് പറയും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് മലയാളത്തിൽ തന്നെ ആയിരിക്കും ഇവന്റ് നിന്നിട്ടുണ്ടാവും കേട്ടോ. ആൻ ഇവന്റ് ഫോർ ആൻ എക്സ്പെരിമെന്റ് ഇസ് ദ കളക്ഷൻ ഓഫ് സം ഔട്ട്കംസ് ഓഫ് ദ എക്സ്പെരിമെന്റ്. ആ എക്സ്പെരിമെന്റിലെ കുറച്ച് എന്താ പറയാ, കുറച്ച് കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ അവിടെ നമ്മളൊരു ഇവന്റ് പറയുകയാണെന്ത്, ഓഡ് നമ്പർ കിട്ടണം, അതൊരു ഇവൻ്റാണ്. അപ്പോൾ അവിടുത്തെ ഇവൻറ്റുകൾ എന്ന് പറയുന്നത് 1 3 5 ആണ്. ഇത് 3 അവിടുത്തെ ഔട്ട്കം എന്ന് പറയുന്നത്. അതിൻ്റെ കളക്ഷനെയാണ് നമ്മളൊരു ഇവൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇവൻറ്റ് ഫോർ ആൻ എക്സ്പെരിമെൻറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് സം ഔട്ട്കംസ്, കുറച്ച് ഔട്ട്കത്തിൻ്റെ, കുറച്ച് ഫലങ്ങളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവൻ്റ് എന്ന് പറയുന്നത് ഓഫ് ദ എക്സ്പെരിമെൻറ്റ്, ഒരു എക്സ്പെരിമെൻറ്റിലെ. ഇനി ഇവൻറ്റിൻ്റെ ഇത് പ്രോബബിലിറ്റിയാണ് നമ്മൾ പറയുന്നത്. അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽ ഇൻ വിച്ച് ഇ ഹാസ് ഹാപ്പൻഡ്. ഈ നടക്കാൻ സാധ്യതയുള്ള നമ്പർ ഓഫ് ട്രയൽസിൻ്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. ഇതാണ് എന്ത്, പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത്, ഇവൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. ഇൻക്ലൂസീവ് ഉണ്ടോ? 0 1 എന്താ ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ 0 1 അതിൽ ഇൻക്ലൂഡ് ആണ്. ദാറ്റ് മീൻസ് 0 ആവാം 1 ആവാം. ഇനി 0യുടെയും 1ൻ്റെ ഇടയിലുള്ള ഏത് നമ്പറും ആവാം.
അപ്പോൾ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 ആണെന്നുള്ളത്. പ്രോബബിലിറ്റി സംഭവ്യത എന്ന് പറയുന്നത് 0യുടെയും 1ൻ്റെയും ഇടയിലായിരിക്കും. ഇനി സം ഓഫ് ഓൾ പ്രോബബിലിറ്റി, എല്ലാ സംഭവ്യതകളും കൂട്ടിക്കഴിഞ്ഞാൽ 1 കിട്ടും. ഓക്കെ, ഇനി ഒരു കാർഡ്സിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കട്ടെ അതുമായിട്ട് ബേസിക് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. കാർഡ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ ഏത് ഇത്ര എണ്ണം അത് ഇത്ര എണ്ണം ഇത് ഇത്ര എണ്ണം ഒന്നും നമുക്ക് തന്നിട്ടുണ്ടാവില്ല. ടോട്ടൽ 52 കാർഡ്സ് ആണ് ഉണ്ടാവുക. ടോട്ടൽ എത്ര കാർഡാണ് ഉണ്ടാവുക? 52 കാർഡുകൾ ഉണ്ടാവുക. അതിൽ സ്പേഡ് ഉണ്ടാവും, ഹാർട്ട് ഉണ്ടാവും, ക്ലബ് ഉണ്ടാവും, ഡയമണ്ട് ഉണ്ടാവും. അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയാ, സ്പേഡ്, ഹാർട്ട്, ക്ലബ്, ഡയമണ്ട്, ഇതാണ് സ്പേഡ് എന്നാണ്. നിങ്ങൾ ചിത്രം നിങ്ങൾ പഠിച്ചേക്കണ്ട, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഓർത്തിരുന്നാൽ മതി കേട്ടോ. സ്പേഡ് ഉണ്ടാവും, ഹാർട്ട് ഉണ്ടാവും, ക്ലബ് ഉണ്ടാവും, ഡയമണ്ട് ഉണ്ടാവും. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ 52 കാർഡാണുള്ളത്. അതിനെ 4 ഗ്രൂപ്പാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 4 ഗ്രൂപ്പിലും 13 ആളുകൾ വീതം ഉണ്ടാവും. സ്പേഡ് 13 ഉണ്ടാവും, ഹാർട്ട് 13 ഉണ്ടാവും, ക്ലബ്ബ് 13 ഉണ്ടാവും, ഡയമണ്ട് 13 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അറിഞ്ഞിരിക്കുക ഒരു ഗ്രൂപ്പിൽ ടോട്ടൽ 13. ഒരു ഗ്രൂപ്പിൽ ടോട്ടൽ എത്ര? 13. ഇതൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഒരു ഗ്രൂപ്പിൽ ടോട്ടൽ 13. ഇനി 2 റെഡും 2 ബ്ലാക്കും ഉണ്ടാവും. അപ്പോൾ ബ്ലാക്ക് 26 റെഡ് 26 ഉണ്ടാവും. ബ്ലാക്ക് 26 ഉണ്ടാവും, റെഡ് 26 ഉണ്ടാവും. അതും അറിഞ്ഞിരിക്കുക. ഇനി ആരൊക്കെയാണ് ബ്ലാക്ക് ആരൊക്കെയാണ് റെഡ് എന്നുള്ളതൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. നോക്കിക്കോളാം. ഇതാ, ഇനി അടുത്തത് ഫേസ് കാർഡ്. എന്താണ് ഫേസ് കാർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പിലും നിങ്ങൾക്ക് ഒരു കിങ്, ക്വീന്, ജാക്ക്. ഓക്കെ, കിങ്, ക്വീന്, ജാക്ക്. ഇതിന് ഇവിടെ ഒരാളെ ഫേസ് പോലെ കണ്ടോ നിങ്ങൾ? ക്വീനിനും ഇവിടെ ഒരു ഫേസ് ഉണ്ട് കണ്ടോ, കിങ്ങിനും ഇവിടെ ഒരു ഫേസ് ഉണ്ട്. ഈ കാർഡുകളെയാണ് നമ്മൾ ഫേസ് കാർഡ് എന്ന് പറയുന്നത്. ഓരോ ഗ്രൂപ്പിലും ആ ഫേസ് കാർഡ് ഉണ്ടാവും കേട്ടോ. എല്ലാ ഗ്രൂപ്പിലും ഫേസ് കാർഡ് ഉണ്ട്. ഓക്കെ, ഒരു ഗ്രൂപ്പിൽ 3 ഫേസ് കാർഡ്, അപ്പോൾ മൊത്തം 4 ഗ്രൂപ്പ്, അപ്പോൾ ടോട്ടൽ 12 ഫേസ് കാർഡ് ഉണ്ടാവും. എല്ലാ ഗ്രൂപ്പിലും മെയിൻ ആയിട്ട് ഒരു ഏസ് കാർഡ് ഉണ്ടാവും. എ എന്ന് പറയുന്നതാണ് ഏസ്. ഒരു ഗ്രൂപ്പിൽ ഒരെണ്ണമാണ് ഉണ്ടാവുക, അപ്പോൾ ടോട്ടൽ 4 എണ്ണം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കാർഡിൻ്റെ കാര്യത്തിൽ പഠിച്ചിരിക്കണം കേട്ടോ. 4 ഗ്രൂപ്പാണുള്ളത്. സ്പേഡ്, ഹാർട്ട്, ക്ലബ്ബ്, ഡയമണ്ട്. അതിൽ സ്പേഡും ക്ലബ്ബും ബ്ലാക്ക് ആണ്, ഹാർട്ടും ഡയമണ്ടും റെഡ് ആണ്. പിന്നെ ഒരു ഗ്രൂപ്പിൽ ടോട്ടൽ 13 എണ്ണമാണ് ഉണ്ടാവുക. അങ്ങനെ മൊത്തം 4 ഗ്രൂപ്പിൽ 52 എണ്ണം ഉണ്ടാവും. ബ്ലാക്ക് 26 ഉണ്ടാവും, റെഡ് 26 ഉണ്ടാവും. ഫേസ് കാർഡ് ഒരു ഗ്രൂപ്പിൽ 3 എണ്ണാണുള്ളത്. അപ്പോൾ മൊത്തം 4 ഗ്രൂപ്പ് 3 12 ഉണ്ടാവും. ഏസ് ഓരോ ഗ്രൂപ്പിൽ ഓരോന്നാണുള്ളത്. അപ്പോൾ 4 ഗ്രൂപ്പ് 4 എണ്ണം ഉണ്ടാവും. ഓക്കെ ആണേ? ഓക്കെ, ഇനി ഇമ്പോസിബിൾ ഇവന്റ്. നമുക്ക് കുറച്ച് ടൈപ്സ് നോക്കിയിട്ട് ക്വസ്റ്റ്യനിലോട്ട് പോകണം. ഇമ്പോസിബിൾ ഇവന്റ്, സാധ്യമല്ലാത്ത സംഭവം. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, ഇമ്പോസിബിൾ ഇവന്റ്, സാധ്യമല്ലാത്ത സംഭവം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതാ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് മൾട്ടിപ്പിൾ ഓഫ് 7 വെൻ എ ഡൈസ് ത്രോ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ, ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 7 കിട്ടാനുള്ള സാധ്യത അങ്ങനെ ഉണ്ടാവുമോ? ഇല്ല. ഇനി ഷുവർ ഇവന്റ്, തീർച്ചയായുള്ള സംഭവം. നേരത്തെ പറഞ്ഞല്ലോ പ്രോബബിലിറ്റി 1 വരുന്നത് സെർട്ടൻ ഒക്കർ എന്ന് പറയുന്ന. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 7 വെൻ എ ഡൈസ് ത്രോ. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ ലെസ് ദാൻ 7 ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ കിട്ടാനുള്ള സാധ്യത. നാച്ചുറൽ നമ്പർ എന്ന് തന്നെ പറയണ്ടോ, ലെസ് ദാൻ 7 ആകുമ്പോൾ -1 -2 ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ നമ്പർ തന്നെ പറയാം. അപ്പോൾ ഇമ്പോസിബിൾ ഇവന്റ്, ഷുവർ ഇവന്റ്. ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ സാധ്യമല്ലാത്തത്, ഷുവർ ഇവന്റ് പറഞ്ഞാൽ തീർച്ചയായുള്ള സംഭവം. ഇനി സിമ്പിൾ ഇവന്റ് പറഞ്ഞാൽ ലഘു സംഭവം. ഓൺലി 1 എലമെന്റ്, ഒരാൾ മാത്രമേ അതിലുണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ എന്താ ഒരു 5ന്റെ മൾട്ടിപ്പിൾ കിട്ടണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 5ന്റെ മൾട്ടിപ്പിൾ ഡൈൽ 1 മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ എക്സാമ്പിൾ ഉണ്ട്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. കോമ്പൗണ്ട് ഇവന്റ്, സംയുക്ത സംഭവം എന്ന് പറയും. മോർ ദാൻ 1 ഇവന്റ്, ഒന്നിൽ കൂടുതൽ ഇവന്റുകൾ വരുമ്പോഴാണ് നമ്മൾ അതിനെ കോമ്പൗണ്ട് ഇവന്റ് എന്ന് പറയുന്നത്. ഇനി കോംപ്ലിമെന്ററി ഇവന്റ്, പൂരക ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോംപ്ലിമെന്റ്, അല്ലെങ്കിൽ നമ്മുടെ സാമ്പിൾ സ്പേസിൽ നിന്ന് എനോ ഒഴിവാക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ തന്നെ ഈവൺ നമ്പർ കിട്ടാനുള്ള സാധ്യത, അത് നമ്മളെ ഇവന്റ് ആണ് കേട്ടോ. ഈവൺ നമ്പർ കിട്ടാനുള്ള സാധ്യത. അപ്പോൾ അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈവൺ നമ്പർ കിട്ടാതിരിക്കാനുള്ള സാധ്യത. ഓക്കെ, അപ്പോൾ ഈ സാമ്പിൾ സ്പേസിൽ നിന്ന്, ഈ സാമ്പിൾ മേഖലയിൽ നിന്നും ഈ ഈവൺ നമ്പർ കിട്ടാനുള്ളത് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അതിനെയാണ് നമ്മൾ കോംപ്ലിമെന്ററി ഇവന്റ് അല്ലെങ്കിൽ പൂരക സംഭവം എന്ന് പറയുന്നത്. നമ്മുടെ സെറ്റിന്റെ കോംപ്ലിമെന്റ് പറഞ്ഞ പോലെ തന്നെ കേട്ടോ, U-A എന്ന് പറഞ്ഞില്ലേ, അതേപോലെ. ഓക്കെ,
ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. എ കോയിൻ ഈസ് ടോസ്ഡ് 1000 ടൈംസ് വിത്ത് ദ ഫോളോയിങ് ഫ്രീക്വൻസീസ്: ഹെഡ് 455, ടെയിൽ 545. കമ്പ്യൂട്ട് ദ പ്രോബബിലിറ്റി ഓഫ് ഈച്ച് ഇവന്റ്. കമ്പ്യൂട്ട് ദ പ്രോബബിലിറ്റി ഓഫ് ഈച്ച് ഇവന്റ്. ഒരു മിനിറ്റ്. ഓക്കെ, കമ്പ്യൂട്ട് ദ പ്രോബബിലിറ്റി ഓഫ് ഈച്ച് ഇവന്റ്. നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസറും ഇവിടെ തന്നെ വന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഹെഡ് 455 വട്ടം കിട്ടി, ടെയിൽ 545 വട്ടം കിട്ടി. ടോട്ടൽ എത്ര വട്ടം ടോസ് ചെയ്തു? 1000 വട്ടം ടോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഹെഡ് കിട്ടാനുള്ള സാധ്യത എന്താ? ഹെഡ് എത്ര വട്ടമാണ് കിട്ടിയത്? 455 വട്ടം. അപ്പം 455 ബൈ ടോട്ടൽ എത്രയാ? 1000. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 0.455 എന്ന് കിട്ടും. ഇനി ടെയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 545 വട്ടമാണ് ടെയിൽ കിട്ടിയത്. അപ്പം 545 ബൈ 1000. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫസ്റ്റത്തെ ഒരു പോർഷൻ വളരെ സിമ്പിളാണ് കേട്ടോ. പ്രോബബിലിറ്റി തന്നെ വളരെ സിമ്പിളാണ്. ഇനി 50 seeds were selected at random from each of 5 bags of seed and were kept under standardized condition favorable to germination. After 20 days, the number of seeds which had germinated in each collection were counted and recorded as follows. നമ്മൾ കുറച്ച് സീഡ് എടുത്തിട്ട് ഒരു 5 ബാഗിലായിട്ട് വെച്ചു. ഓരോ ബാഗിലും 50 സീഡ്സാണ് ഇട്ടിട്ടുള്ളത്. ജെർമിനേഷൻ ആവാനും വേണ്ടിയിട്ട് വെച്ചതാണ്. അതൊരു 20 ഡേയ്സ് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൽ ജെർമിനേറ്റഡ് ആയിട്ടുള്ള സീഡ്സിൻ്റെ എണ്ണം നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ടേബിളാണിത്. ഒന്നാമത്തെ ബാഗിൽ 40 സീഡ്സ്, രണ്ടാമത്തെ ബാഗിൽ 48 എണ്ണം, മൂന്നാമത്തേൽ 42 എണ്ണം, 4ൽ 39, 5ൽ 41. നമ്മുടെ ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് മോർ ദാൻ 40 സീഡ്സ് ഇൻ എ ബാഗ്. അതായത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ജെർമിനേഷൻ ഓഫ് മോർ ദാൻ 40 സീഡ്സ് ഇൻ എ ബാഗ്. ഒരു ബാഗിൽ 40ൽ കൂടുതലാവാനുള്ള സാധ്യത. അപ്പോൾ ഇവിടെ നോക്കിക്കോണേ, ഒന്നാമത്തേൽ 40 മോർ ദാൻ 40 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൂട്ടില്ല. രണ്ടാമത്തേൽ 48 അതെടുക്കാം. മൂന്നാമത്തേൽ 42 അതെടുക്കാം. നാലാമത്തേൽ 39 അതെടുക്കാൻ പറ്റുമോ? ഇല്ല. അഞ്ചാമത്തേൽ 41 മോർ ദാൻ 40. അപ്പം എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ആകെ എത്ര ബാഗാ? 5 ബാഗാണ്. അപ്പം 3/5 എന്ന് വരും. ഓക്കെ, 3/5 ചെയ്യുമ്പോൾ 0.6 കിട്ടും. ഒന്നെങ്കിൽ 3/5 എന്നുണ്ടാവും, ഇല്ലെങ്കിൽ 0.6 എന്നായിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ ചോദ്യം, 49 സീഡ്സ് ഇൻ എ ബാഗ്. ഒരു ബാഗിൽ 49 സീഡ് ഉണ്ടാകും. ഈ ടേബിളിലൊന്ന് നോക്കിയാൽ നിങ്ങൾ എവിടെയെങ്കിലും 49 ഉണ്ട്? ഇല്ല. അതൊരു ഇമ്പോസിബിൾ ഇവൻ്റ് ആണ്. സോ ദ പ്രോബബിലിറ്റി ഈസ് 0. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാൽ മോർ ദാൻ 35 സീഡ്സ്. 35ൽ കൂടുതൽ. 40 പറയുമ്പോൾ 35ൽ കൂടുതലാണ്, 48 35ൽ കൂടുതലാണ്, 42 35ൽ കൂടുതലാണ്, 39 35ൽ കൂടുതലാണ്. അതൊരു ഷുവർ ഇവൻ്റ് ആണ്, തീർച്ചയുള്ള സംഭവമാണ്. അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാ? 1 ആണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം, 1 കാർഡ് പ്രോബ്ലം ആണ് കേട്ടോ. ഇതിൽ ഞാൻ ക്വസ്റ്റ്യൻ കണ്ട സ്ഥലത്ത് ആകെ 2 ക്വസ്റ്റ്യൻ ഉള്ളായിരുന്നു. ഞാനിതിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാർഡിന് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ കാർഡുകൾ ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് വെച്ചുകൊണ്ട് നോക്കിയാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഉത്തരം ചെയ്യുക. ഓക്കെ, അപ്പം ഇന്ന് ഇവിടെ നമ്മൾ നോക്കുന്നത് 1 card is drawn from a well shuffled deck of 52 cards. Calculate the probability that the card will be an ace, not be an ace, black card, heart card, face card in black. അപ്പോൾ ആദ്യം നമ്മൾ ബി ആൻഡ് എയ്സ് ആകാനുള്ള പ്രോബബിലിറ്റിയാണ് ഇവിടെ ആദ്യം ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻ നമ്മളെ ഞാൻ എടുത്ത PDF-ലുള്ളതാണ് കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ബി ആൻഡ് എയ്സ് ഞാൻ പറഞ്ഞു ഒരു ഗ്രൂപ്പിൽ ഒരു എയ്സ് ആണ്. അപ്പോൾ മൊത്തം 4 ഗ്രൂപ്പ്, അപ്പം 4 എയ്സ് ഉണ്ടാവും. സോ 4/52 അങ്ങനെ ചെയ്യുമ്പോൾ 0.08 എന്ന് കിട്ടും. നോട്ട് ടു ബി അൻ എയ്സ് ആവാതിരിക്കാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ എയ്സ് 4 എണ്ണമാണ്. അപ്പോൾ ബാക്കി ഏത് വേണമെന്നുണ്ടെങ്കിലും ആകാം. അപ്പോൾ 52 എന്നാൽ 4 കുറച്ചാൽ മതി. നമ്മൾ കോംപ്ലിമെൻ്ററി പറഞ്ഞില്ലേ, ആ സംഭവം കേട്ടോ. അപ്പോൾ 48/52 എന്ന് വരും. ഇനി ബ്ലാക്ക് കാർഡ് ആവാനുള്ള ചാൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കാർഡ് ഇപ്പോൾ ഇത് എയ്സിന് പകരം കിങ് ചോദിക്കാം, ക്യൂന് ചോദിക്കാം, ജാക്ക് ചോദിക്കാം. കിങ്ങും അതേപോലെ തന്നെ ഓരോന്നിലും ഓരോന്നാണ്, ക്യൂനും ഓരോന്നാണ്, ജാക്കും ഓരോന്നാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഇനി എന്താ പറയുക, ബ്ലാക്ക് കാർഡാണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലാക്ക് ഞാൻ പറഞ്ഞു ക്ലബും സ്പെയ്ഡും ആണ് ബ്ലാക്ക് വരുന്നത്. മൊത്തം 26 ബ്ലാക്ക് ഉണ്ട്. സോ 26/52. ഇനി ഹാർട്ട് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൻ്റെ പേരാണ്. അതിൽ 13 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ 13/52. ഫേസ് കാർഡ് ഒരു ഗ്രൂപ്പിൽ, ഇനി ഹാർട്ടിന് പകരം വേറെ ഏത് ഗ്രൂപ്പ് ചോദിച്ചാൽ അതേപോലെ എഴുതണം കേട്ടോ. ഇനി ഫേസ് കാർഡ് എന്ന് പറയുന്നത് നോക്കിക്കോളൂ. ആ ഫേസ് കാർഡ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൽ 3 ഫേസ് കാർഡാണ്. മൊത്തം 4 ഗ്രൂപ്പ്, 12/52.
ഫേസ് കാർഡ് ഇൻ ബ്ലാക്ക്, ബ്ലാക്കിലെ ഫേസ് കാർഡ് കിട്ടാനുള്ള, ബ്ലാക്ക് ഫേസ് കാർഡ് ഉള്ളത് കിട്ടാനുള്ള സാധ്യത ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് 2 ഗ്രൂപ്പാണ്, ഒരു ഗ്രൂപ്പിൽ 3 എണ്ണം, അപ്പോൾ 6 എണ്ണം, അപ്പോൾ 6/52. ഇതെങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാം. അപ്പോൾ ഈ എണ്ണങ്ങളൊക്കെ എപ്പോഴും നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവണം, എങ്കിലേ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അടുത്തൊരു ചോദ്യം. 2 players സംഗീത ആൻഡ് രേഷ്മ പ്ലേ a tennis match. It is known that the probability of Sangeeta winning the match is 0.62. What is the probability of Reshma winning the match? അതായത് സംഗീത രേഷ്മ എന്ന് പറയുന്ന 2 വ്യക്തികൾ ഒരു മാച്ച് കളിക്കുകയാണ്, ടെന്നീസ് മാച്ച് കളിക്കുകയാണ്. അപ്പോൾ ആ മാച്ചിൽ സംഗീത ജയിക്കാനുള്ള ചാൻസ് 0.62 ആണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രേഷ്മ ജയിക്കാനുള്ള ചാൻസ് എത്ര? ഇനി രേഷ്മ ഈ മാച്ച് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് സം ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാ? 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആകെ 2 ആൾക്കാരല്ലേ ഉള്ളൂ. ഈ രേഷ്മയും സംഗീതയാണ് ഗെയിം കളിക്കണത്. അപ്പോൾ ഒന്നെങ്കിൽ രേഷ്മ ജയിക്കും, ഇല്ലെങ്കിലോ സംഗീത ജയിക്കും. ആകെ 2 പ്രോബബിലിറ്റിയിലുള്ളൂ, വേറെ ആരും ജയിക്കാനില്ലല്ലോ, ഇല്ല. അപ്പോൾ ഇവരുടെ 2 പേരുടെയും വിന്നിങ്ങിൻ്റെ പ്രോബബിലിറ്റി കൂട്ടുമ്പോൾ 1 കിട്ടും. അപ്പോൾ ഇത് 0.62 ആണെന്നുണ്ടെങ്കിൽ മറ്റേ എന്ത് ചെയ്താൽ മതി, 1 0.62 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 0.38 എന്ന് കിട്ടും. അപ്പോൾ രേഷ്മ വിൻ ചെയ്യാനുള്ള പോസിബിലിറ്റി എത്രയാ? 0.38. ഓക്കെ, അടുത്ത് 2 dice, 1 blue and 1 grey are thrown at the same time. Write down all the possible outcomes. Write down all the possible outcomes എന്ന് നമുക്ക് എക്സാമിന് ചോദിക്കൂല കേട്ടോ, നിയമമല്ലോ, ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. What is the probability that the sum of 2 number appearing on the top of the dice is 8, 13, less than or equal to 12? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസുകളൊക്കെ ഒന്ന് എഴുതാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് എഴുതാം. 1, 1, 1, 2, 1, 3, 1, 4, 1, 5, 1, 6 അങ്ങനെ ഓരോന്നിലും വരും. 2, 1 തൊട്ട് 2, 6 വരെ, 3, 1 തൊട്ട് 3, 6 വരെ, 4, 1 തൊട്ട് 4, 6 വരെ, 5, 1 തൊട്ട് 5, 6 വരെ, 6, 1 തൊട്ട് 6, 6 വരെ. ഇനി ഇതിലാദ്യം നമ്മൾ നോക്കേണ്ടത് റൈറ്റ് ഡൗൺ ഓൾ ദ പോസിബിലിറ്റീസ്. നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്തു. ഇനി what is the probability that the sum of the 2 numbers appearing on the top of the dice is 8? സം 8 വരണം. ഓക്കെ, ഈ 1 to 6 കൂട്ടുമ്പോൾ നമുക്ക് 7 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ വരിയിൽ ആരും ഉണ്ടാവില്ല. ഇവിടെ 6 2 കൂട്ടുമ്പോൾ 8, ഇവിടുന്ന് അങ്ങോട്ട് അതിൻ്റെ കുറവായിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ ആരാ? 2 6 ആണ്. പിന്നെ ആരായിരിക്കും വരിക നോക്കിയാൽ? 3 5 വരാം. 3 6 9 ആയി, 3 4 7 ആണ്, 3 5 8 ആണ്. പിന്നെ ആരായിരിക്കും? 4 4 5 3 6 2. ഇതാണ് നമുക്ക് 8 കിട്ടുന്ന ജോഡികൾ അല്ലേ? എത്ര ഉണ്ട്? 1 2 3 4 5. സോ 5 ടോട്ടൽ എത്ര ഉണ്ട് അല്ലേ? ഒരു ഡൈസിൽ 6 നമ്പറാണ്, അടുത്തേലും 6 ആണ്. അപ്പോൾ ടോട്ടൽ 6 × 6 36. ഇങ്ങനെയാണ് ടോട്ടൽ കാണുക കേട്ടോ. ഔട്ട്കംസുകൾ നമ്പറുകൾ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു ഡൈൽ 6 ആണ്, ഇപ്പുറത്തെ ഡൈലും 6 ആണ്. അപ്പോൾ 6 36 ഉണ്ടാവും. അതിൽ എത്ര എണ്ണമാണ്? 5 എണ്ണം അല്ലേ? 1 2 3 4 5. അപ്പോൾ 5/36. ഓക്കെ, 5/36. ഇനി സമ്മ് 13 കിട്ടാൻ നോക്കി. ഇതിൽ ഏറ്റവും വലിയ സമ്മ് വരുന്നത് എത്രയാ? 12 ആണ്. അപ്പോൾ 30 വരുമോ? ഇല്ല. ഇറ്റ്സ് ആൻ ഇമ്പോസിബിൾ ഇവൻറ്റ്. ഇമ്പോസിബിൾ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി 0. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈക്വൽ ടു 12 പറയുമ്പോൾ ഇയാൾ പെടും. ഇവിടുന്ന് അങ്ങോട്ടുള്ളത് മുഴുവൻ അതിനേക്കാൾ ചെറുതാണ് അല്ലേ? അപ്പോൾ ഇതിലെല്ലാം പെടും. 1 1 തൊട്ട് 6 6 വരെയുള്ള നമ്പർ വരും. ഇറ്റ്സ് എ ഷുവർ ഇവൻറ്റ്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഓക്കെ. അടുത്ത് എ ബാഗ് കണ്ടെയ്ൻ 12 balls out of which X are black. If one ball is drawn at random from the box, what is the probability that it will be a black ball? If 6 more black balls are put in the box, the probability of drawing a black ball is now double of what it was before. Find X. അതായത് ഒരു ബാഗിൽ 12 ബോൾ ഉണ്ട്, അതിൽ X എണ്ണം ബ്ലാക്ക് ആണ്. ഇതിൽ ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റാൻഡമായിട്ട് ബോക്സിൽ നിന്ന് ഒരു ബോൾ എടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പ്രോബബിലിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ബ്ലാക്ക് ആണെന്ന് പറയുന്നത് ബ്ലാക്ക് കിട്ടാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. X/12 എന്നാണ് അതിൻ്റെ പ്രോബബിലിറ്റി വരിക അല്ലേ? ടോട്ടൽ 12 ആണ്. ബ്ലാക്ക് X ആകുമ്പോൾ X/12 വരും. ഇതിലേക്ക് ഞാൻ 6 പന്തും കൂടിയും കൂട്ടി. അപ്പോൾ ടോട്ടൽ 12 പന്ത് എന്നുള്ളത് എത്രയാവും? 6 ആരെ കൂട്ടിക്കണം? ബ്ലാക്കിനെയാണ് കൂട്ടിക്കണം കേട്ടോ. 6 ബ്ലാക്കിനാണ്. ബ്ലാക്കിൻ്റെ എണ്ണം X ആണല്ലോ.
അപ്പോൾ 6 ബ്ലാക്കും കൂടി വരുമ്പോൾ എക്സ് പ്ലസ് 6 ആവും. ഓക്കെ, എക്സ് പ്ലസ് 6 ആവും. അതേപോലെ തന്നെ ടോട്ടൽ 12 ഉള്ളത് 18 ആവും. ഓക്കെ, എക്സ് പ്ലസ് 6 ആവും, ടോട്ടൽ 12 ഉള്ളത് 18 ആവും. ടോട്ടൽ 12 ഉള്ളത് 18 ആവും, എക്സ് പ്ലസ് 6 ആവും. അപ്പോൾ എക്സ് പ്ലസ് 6/18 ആയിരിക്കും പിന്നെ നമുക്ക് എന്ത് കിട്ടാനുള്ള സാധ്യത? ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത. അതെന്ന് പറയുന്നത് ആദ്യത്തെ പ്രോബബിലിറ്റിയുടെ ഡബിൾ ആണ്. ഡബിൾ പറഞ്ഞാൽ അതിനെ 2 ഗുണിച്ചാൽ മതി, ഇൻറ്റു 2. ഓക്കെ, അപ്പോൾ ഇതിനെ 12നെയും 2നെയും കട്ട് ചെയ്യാലോ. അപ്പോൾ ഇവിടെ 6 വരും. ഇനി 18നെ ഞാൻ ഇപ്പുറത്ത് കൊടുത്തു, 6നെ അങ്ങോട്ട് കൊടുത്തു. നോക്കിക്കോ, 6 ഇൻറ്റു എക്സ് 6x, 6 ഇൻറ്റു 6 36. ഇനി ഈ 6xനെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുപോയി, 18x മൈനസ് 6x എത്ര കിട്ടും? 12x. ഇനി 12നെ ഇപ്പുറത്ത് കൊണ്ടുവരാം, 36/12 3 കിട്ടും. അപ്പോൾ എക്സ് 3 ആണ്. ഇതിങ്ങനെയും ചെയ്യാട്ടോ, ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഈ 18നെ ഇങ്ങോട്ട് കൊടുന്നു, അപ്പോൾ ഇൻറ്റു 18 ആവും. പിന്നെ ഇവിടുന്ന് നമുക്ക് കട്ട് ചെയ്യുകയൊക്കെ ചെയ്യട്ടോ. 18നെയും 6നെയും കട്ട് ചെയ്യുമ്പോൾ 9/2, പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയും ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് എക്സ് കിട്ടിയാലോ 3. ഇനി നോക്കിക്കോണേ, അപ്പോൾ നമുക്ക് ബ്ലാക്കിൻ്റെ എണ്ണം കിട്ടിയ എത്രയാണ്? 3. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. 3/12 അല്ലേ, 3/12 ചെറുതാക്കുമ്പോൾ എത്ര കിട്ടും? 1/4 കിട്ടും. ഇവിടെ എക്സ് 3 ആണെന്നുണ്ടെങ്കിൽ അതിക്ക് 6 കൂട്ടുമ്പോൾ 9. അപ്പോൾ 9/18 അതിനെ ചെറുതാക്കി നോക്കിയാൽ എന്താ? 9 1 9 9 2 9 18 അല്ലേ. ഇതിനെ 2 ഗുണിച്ച് നോക്കിയാൽ 1/4. 1/4 പറഞ്ഞാൽ കാലല്ലേ, കാലിൻ്റെ ഇരട്ടി എത്രയാ? അര. 1/2 അരയല്ലേ. ഓക്കെ, അടുത്തൊരു ചോദ്യം. എ ജാർ കണ്ടെയ്ൻ 24 balls. Some are green and other are blue. If a ball is drawn at random from the jar, the probability that it green is 2/3. Find the number of blue balls in the jar. അതായത് ഒരു ജാറിൽ മൊത്തം 24 ബോൾ ഉണ്ട്. അതിൽ കുറച്ച് ഗ്രീനാണ്, കുറച്ച് ബ്ലൂ ആണ്. ആ ജാറിൽ നിന്ന് നമ്മളൊരു ബോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗ്രീൻ ആവാനുള്ള സാധ്യത 2/3 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്ലൂ ബോളിൻ്റെ എണ്ണം എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഗ്രീനിൻ്റെ ടോട്ടൽ 24 ആണ്, ഗ്രീന് കിട്ടാനുള്ള സാധ്യത 2/3 ആണ്. എന്താണ് നമ്മളുടെ പ്രോബബിലിറ്റിയുടെ ഇക്വേഷന്? നമുക്ക് അവിടെ കിട്ടേണ്ട സാധനം എന്താണോ അതിൻ്റെ എണ്ണം ബൈ ടോട്ടലാണ് വരിക. അപ്പോൾ അവിടെ നമുക്ക് കിട്ടേണ്ടത് ഗ്രീനാണ്. ടോട്ടൽ ഇവിടെ 3 എന്നാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ ആ ബാഗിൽ ടോട്ടൽ 24 ഉണ്ട്. അപ്പോൾ ഈ 3നെ നമ്മൾ എന്താക്കിയാൽ മതി? 24 ആക്കിയാൽ മതി. അതിന് എന്ത് ചെയ്യണം? 8 കൊണ്ട് ഗുണിക്കണം. 3 8 24 ആണ്. കണ്ട, 2 8 16/24. അപ്പം എത്ര ഗ്രീൻ ഉണ്ട്? മുകളിലത്തത് ഗ്രീനിൻ്റെ എണ്ണം, താഴത്തെ ടോട്ടലാണ്. അപ്പം 16 ഗ്രീൻ ഉണ്ട്. 16 ഗ്രീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ബാക്കി വരുന്ന നമ്പർ അല്ലേ നമ്മളുടെ ആര്? ബ്ലൂ എന്ന് പറയുന്നത്. അപ്പം ബാക്കി ബ്ലൂ എത്ര എണ്ണം ഉണ്ടാവും? 24 - 16 8 എണ്ണം ഉണ്ടാവും. ഓക്കെ അല്ലേ. അപ്പോൾ ബ്ലൂ എത്ര എണ്ണം ഉണ്ടാവും? 8 എണ്ണം ഉണ്ടാവും. സിമ്പിൾ അല്ലേ. അപ്പോൾ കറക്റ്റ് നോക്കട്ടെ. നമ്മളിപ്പോൾ ഈ പറഞ്ഞത് പ്രോബബിലിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രോബബിലിറ്റിയുടെ ബാക്കി ടേംസും കാര്യങ്ങളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ ആൻഡ് വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ.